ഞാൻ എൻ്റെ ലൈഫിൽ ബാക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് ഞാൻ എണീക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. ഇപ്പോൾ ഞാൻ +1 +2 പഠിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഒരു 5:30 to 6 മണി അതിൻ്റെ ഉള്ളിലാണ് എണീക്കൽ. അതുപോലെ ഞാൻ CA ഒക്കെ പഠിച്ചിരുന്ന ടൈമാണെങ്കിൽ അന്ന് കുറച്ചുകൂടി എക്സ്ട്രീം ആയിരുന്നു പഠിക്കാണ്ടായതുകൊണ്ട് തന്നെ ഒരു 3:30 to 4 മണി അപ്പോഴാണ് എണീറ്റിരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിലും ഞാനൊരു 5 മണി to 6 മണി അതിൻ്റെ ഉള്ളിലാണ് എണീക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇതൊരു സാധാരണ കാര്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, പല ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊപ്പം നമ്മൾ താമസിക്കുമ്പോൾ, നമ്മൾ വിരുന്നൊക്കെ പോകുമല്ലോ കുടുംബക്കാരെ വീട്ടിലൊക്കെ. അപ്പോൾ ഞാൻ കാണുന്നതാണ് ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർ 9 മണിക്കും 10 മണിക്കൊക്കെ എണീക്കുന്നത്. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഓലെ ലൈഫ് അങ്ങനെ തന്നെയാണ്. നോർമലി 10 മണിക്കോ 9 മണിക്കൊക്കെ എണീക്കൽ, ഏർലി മോർണിംഗിൽ എങ്ങനെ എണീക്കാമെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഈസ് എ തിങ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ, എങ്ങനെ നമുക്ക് നാച്ചുറലി നമ്മളെ ബയോളജിക്കൽ മെക്കാനിസം നമ്മൾ കുറേ കാലം ഇങ്ങനെ ലേറ്റായി കടന്ന് ലേറ്റായി എണീച്ച് ഇങ്ങനെ നമ്മളെ സർക്കേഡിയർ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിനെങ്ങനെ നമുക്കൊരു മോർണിംഗ് പേഴ്സണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് അത് പോസിബിളാണ്. നമ്മൾ എത്ര വൈകി എണീക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട സംഭവം പോസിബിളാണ് ഏർലി മോർണിംഗിൽ എണീക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മോർണിംഗ് പേഴ്സൺ ആവുക എന്നുള്ളത് പോസിബിളാണ്. ഞാൻ ഇങ്ങനെ പോഡ്കാസ്റ്റുകളും സ്റ്റഡീസൊക്കെ നോക്കിയപ്പോൾ അതിനാകെ എടുക്കുന്നത് ആക്ച്വലി എത്ര ദിവസമാണ്? 3 ദിവസം എടുക്കുള്ളൂ. ഫസ്റ്റ് ദിവസം നല്ല പെയിൻ ഉണ്ടാവും, നല്ല ഗതികേടുണ്ടാവും. ഫസ്റ്റ് ദിവസം നമ്മൾ നേരത്തെ എണീക്കും, പക്ഷെ നമ്മുടെ തലേന്ന് കടന്നത് വൈകിയായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം നല്ല ഗ്രോഗിനെസ് ഉണ്ടാവും, ടയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി പെയിൻ കുറവായിരിക്കും, നമ്മൾ കുറച്ചുകൂടി നേരത്തെ കടന്നിട്ടുണ്ടാവും, ആ എണീക്കുന്ന ടൈമിൽ എണീച്ചിട്ടുണ്ടാവും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അത് കുറച്ചും കൂടി ഈസി ആവും. നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നാച്ചുറലി ഒരു മോർണിംഗ് പേഴ്സൺ ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ബോഡി എന്താ പറയുന്നത് അത് ലിസൺ ചെയ്യണം. നിങ്ങളെ ബോഡി എന്ത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ബയോളജി എങ്ങനെയെന്ന് മനസ്സിലാക്കണം. നമ്മളെ ക്രോണോ ടൈപ്പ് നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്താണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയും കാലം ജീവിച്ചല്ലേ, അപ്പോൾ ആ വർഷങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് അലേർട്ടായിട്ട് ആക്റ്റീവായി നിൽക്കുന്ന ടൈം ഏതാണ് എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. ഇപ്പോൾ ചില ആൾക്കാർ രാത്രി നല്ല ലേറ്റ് നൈറ്റിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പോലെ ആയിരിക്കും. ആ ടൈമിൽ ഭയങ്കര അലേർട്ട്നെസ്സും ഫോക്കസും ഓട്ടോമാറ്റിക് ഉള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്ക് മോർണിംഗ് ആയിരിക്കും ഇഷ്ടം. ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു 9 മണി, രാവിലെ ഒരു 9-10 മണി തൊട്ട് ഒരു വൈകുന്നേരം വരെ ആക്റ്റീവ് എന്നുള്ള ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ ഇതിൽ അധികം ആൾക്കാരും അങ്ങനെ ആവണമെന്നില്ല, ആ ലൈഫ് സ്റ്റൈലിൽ ഉള്ളത് ആവണമെന്നില്ല. അതിൽ മോർണിംഗ് പേഴ്സൺസ് ഉണ്ടാവും, അതിൽ നൈറ്റ് ഓൾസ് ഉണ്ടാവും. പക്ഷേ കൂടുതൽ ആൾക്കാർ ജീവിച്ചു പോകുന്നത് ആ ലൈഫ് സ്റ്റൈലിലാണ്. ഫസ്റ്റ് നിങ്ങളെ ക്രോണോടൈപ്പ് ഏതാണ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വരും. നമ്മൾ രാവിലെ എണീറ്റാണ്ട് രാവിലെ വർക്ക് ചെയ്താണ്ട് എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ് നോക്കേണ്ടി വരും. അതുപോലെ നോർമൽ ടൈമിൽ എങ്ങനെയുണ്ട്, അതുപോലെ ഈവനിങ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. നമുക്ക് മോർണിംഗ് പേഴ്സൺ ആവണം, നേരത്തെ എണീക്കണം, എന്നിട്ട് നമ്മളെ വർക്കോ അല്ലെങ്കിൽ പഠിത്തമോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആക്ച്വലി ഒരു 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഏത്? നിങ്ങളെ ക്രോണോടൈപ്പ് നിങ്ങൾ നോക്കി നിങ്ങൾ നൈറ്റ് ഓൾ അല്ലാന്നുണ്ടെങ്കിൽ ആ 4 കാര്യം എന്താ വെച്ചാൽ, ഒന്ന്, നമ്മൾ എണീറ്റേക്കും നമുക്ക് കിട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുക, ആ ഒരു സംഭവം. രണ്ടാമത്തത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സർസൈസ്. മൂന്നാമത്തത് കഫീൻ. നാലാമത്തത് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഈ ക്രോണോടൈപ്പിൻ്റെ കേസ് പറഞ്ഞല്ലോ, ചില ആൾക്കാർ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചില ആൾക്കാർ നൈറ്റ് ഓൾ ആയിരിക്കും. അപ്പോൾ സ്റ്റഡീസിൽ പറയുന്നുണ്ട്, ഇത് 100% ട്രൂ ആണെന്ന് എനിക്കറിയില്ല, നമ്മൾ മനുഷ്യന്മാർ ട്രൈബായി ജീവിച്ചിരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ എണീറ്റിക്കേണ്ടി വരും, ഓലെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റ് ത്രെറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓല ഉറങ്ങുമ്പോൾ ഇവർ എണീക്കും, ആ ഒരു രീതിയിലാണ് പോയിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ലീപ്പ് റൂട്ടീൻ അല്ലെങ്കിൽ സ്ലീപ്പ് ടൈമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം നമുക്ക് പല ആൾക്കാർക്കും ചില ആൾക്കാർ മോർണിംഗ് പേഴ്സൺ, ചില ആൾക്കാർ നൈറ്റ് ഓൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മോർണിംഗ് പേഴ്സൺ ആവാനുള്ള 4 കാര്യത്തിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് ബ്രൈറ്റ് ലൈറ്റ് ആണ്. ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ എണീറ്റ് ഉടനെ കിട്ടാൻ നോക്കാം. എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു 6 മണി to 7 മണീൻ്റെ ഉള്ളിലാണ് എണീക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ടൈമാണ്. അപ്പോൾ എണീറ്റ് ഉടനെ ഫസ്റ്റ് 1 അവറിൻ്റെ ഉള്ളിൽ, സണ്ണി ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്, അല്ല ക്ലൗഡി ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ പുറത്തിറങ്ങിയിട്ട് സൺലൈറ്റ് കിട്ടാൻ നോക്കുക. ഈ സൺലൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ സർക്കേഡിയൻ റിതം, നമ്മൾ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ക്ലോക്ക്, നമ്മൾ എപ്പോൾ ഉറങ്ങണം എപ്പോൾ എണീക്കണം, നമ്മളെ എനർജീൻ്റെ ലെവൽ, എനർജീൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ തീരുമാനിക്കുന്ന സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ക്ലോക്ക് ഭയങ്കര ലൈറ്റ് സെൻസിറ്റീവാണ്. സൺലൈറ്റിനനുസരിച്ചൊക്കെ ആയിരിക്കും അതിൻ്റെ സെറ്റിങ് വരിക. ഇപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഞാൻ CF ഒക്കെ പഠിച്ച പോലെ ഒരു 3:30-4 മണിക്കൊക്കെ എണീക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോഴും ഈ ബ്രൈറ്റ് ലൈറ്റ് ഉപകാരപ്പെടും, നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിക്കാണ്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ചിലപ്പോൾ ട്യൂബ് ലൈറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് ഒക്കെ ഇട്ടാൽ പോരെ എന്നുള്ളത്, സൺലൈറ്റിൻ്റെ പകരം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് അത്ര ലൈറ്റ് എനർജി ഉണ്ടാവില്ല. സൺലൈറ്റ് സ്കാറ്റർ ആയിട്ടാണ് വരുന്നത്, ഇത് കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കിത് നല്ലുള്ള പോലെ തോന്നും. പക്ഷേ സൺലൈറ്റ് മിനിമം 10,000 ലക്സ് എങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ഉണ്ടാവും 10,000 ലക്സോ അതിന് മുഴക്കമുള്ളത്. ഇതൊക്കെ ഞാൻ ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ പോഡ്കാസ്റ്റ് എപ്പിസോഡ്സൊന്നും അതുപോലെ മാറ്റ് വാൾക്കറിൻ്റെ പല വീഡിയോസിൽ നിന്നൊക്കെ പഠിച്ച സംഭവങ്ങളാണ്. അപ്പോൾ ക്രെഡിറ്റ് മുത്തവൽക്കാണ്, ഇതൊന്നും എൻ്റെ ഫൈൻഡിങ്സ് അല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക?
എണീറ്റേക്കിനും ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോഷർ ഒന്നാമത്തെ കാര്യം. ഒന്നില്ലെങ്കിൽ സൺലൈറ്റ്, അല്ല സൺലൈറ്റ് ഇല്ലാത്ത ടൈമാണെങ്കിൽ 10,000 ലക്സെങ്കിലും ഉള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്. രണ്ടാമത്തത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസ്. മൂവ്മെൻറ്റിൻ്റെ ഒരു എക്സസൈസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എണീറ്റാണ്ട് ആ ഫസ്റ്റ് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടാൻ പോയി, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങോ HIIT വർക്കൗട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വിചാരിച്ചാൽ, അല്ലെങ്കിൽ നടക്കാൻ പോയി എന്ന് വിചാരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്കൊക്കെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിക്കാണ്ട് ചെയ്താണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ദിവസം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അഥവാ നമ്മൾ അലാറം വെക്കാൻ മറന്നാൽ പോലും ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹേർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, നമ്മളെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സംഭവമാണ് കഫീൻ. കഫീൻ്റെ ഒരു പ്രത്യേകതയാണ്, കഫീനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കഫീനെ കുറിച്ചൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കഫീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലൻ്റ് ആണ്. കഫീൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ സർക്കേഡിയൻ റിതം ഉണ്ടല്ലോ, നമ്മുടെ ഇൻറ്റേർണൽ ക്ലോക്ക്, ഇതിൻ്റെ പ്രവർത്തനത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് നമുക്കൊരു മോർണിംഗ് പേഴ്സണിലേക്ക് മാറ്റിയെടുക്കാൻ കഫീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ നമുക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കം വരാതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഫീൻ കോഫിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ, ഒരു സ്റ്റിമുലൻ്റ് ആണല്ലോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അഡോണിസിൻ്റെ ബിൽഡപ്പ്, അഡോണിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്ന മോളിക്യൂളുണ്ട്, അതിൻ്റെ ബിൽഡപ്പ് തടഞ്ഞാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പററി ആയിട്ട് ഉറക്കം വരുന്നത് തടയാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ കഫീൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെയർ ഓഫ് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഉറക്കം വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസം വൈകി ഉറങ്ങുന്ന ഒരാളാണ്, വൈകി എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നേരത്തെ എണീറ്റിട്ട് അലാറം വെച്ചാണ്ട് എന്ത് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും എണീറ്റിട്ട് എന്ത് ചെയ്യാം? കഫീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം എന്ത് ചെയ്യാം? ഉറങ്ങാതെ പിടിച്ചിക്കാം ആ സ്റ്റിമുലൻ്റ് വെച്ചാണ്ട്. ഇനി നാലാമത്തെ സംഭവമാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സോഷ്യൽ ഇൻട്രാക്ഷനും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതാണ്? നമ്മൾ എണീറ്റേക്കിനും നമുക്ക് ആൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമ്മളൊരു മോർണിംഗ് പേഴ്സൺ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നാലും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു 5:30 6 മണിക്ക് എണീറ്റ് വിചാരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 5:30 എണീറ്റിട്ട് ആളെ സംബന്ധിച്ച് ഒരു 6:30 അല്ലേ ഫസ്റ്റ് അവർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓടാനോ നടക്കാനോ ഗ്രൗണ്ടിക്കോ റോട്ടിക്കോ എന്തെങ്കിലും ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ ഫസ്റ്റത്തെ സംഭവം സൺലൈറ്റിൻ്റെ കേസ് അവിടെ കിട്ടും. അവർ 6:30 ആകുമ്പോഴത്തേനും സൂര്യൻ ഉദിച്ച് വരാൻ തുടങ്ങും, സൺലൈറ്റ് കിട്ടും. പ്ലസ് ഞാൻ പറഞ്ഞ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസ് അതും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നടക്കാനോ ഓടാനോ ആണ് പോകുന്നത്. മൂന്നാമത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് കഫീൻ എടുത്തുകാണ്ട് അല്ലെങ്കിൽ കോഫി കുടിച്ചാണ്ട് ഇറങ്ങാൻ പറ്റും. നാലാമത്തത് അവിടെ ആൾക്കാരെ കാണുമ്പോൾ എന്ത് ചെയ്യുക? ഓലായിട്ട് സംസാരിക്കാം. ഗ്രൗണ്ടിലൊക്കെ ഓടാനോ നടക്കാനോ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, പോലായിട്ട് നമുക്ക് എന്നിട്ടും സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടും. അപ്പോൾ ആ 4 സംഭവം അവിടെ കവറായി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇത് നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മൊക്കെ പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യണത് നല്ല സുഖമാണെന്നോ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യാനൊന്നോ ഒന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യണമെന്നല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും ചെയ്യണം എന്നല്ല, ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ വർക്കൗട്ട് ഏറ്റവും എഫക്റ്റീവായി തോന്നുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്. നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഗതികേടാണ് വർക്കൗട്ട് രാവിലെ ചെയ്യുന്ന ഗതികേടാണ്, ഈ നേരത്ത് സ്ലീപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, ഈ നേരത്ത് ഫുഡ് കഴിക്കുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സഫർ ചെയ്ത് ജീവിച്ചിട്ട് കാര്യമില്ല. ഒക്കെ നമ്മൾ എൻജോയബിൾ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ മാറ്റിയെടുക്കണം. എനിക്ക് വർക്ക് ചെയ്യുന്ന വേറെ ടിപ്പുണ്ട്, നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കോൾഡ് ഷവർ എടുക്കുക എന്നുള്ളത്. അതും എനിക്ക് തോന്നുന്നത് ആ ഒരു ഷവർ എടുത്തതിന് ശേഷം നമ്മുടെ ബോഡി നല്ല ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അത് നമ്മൾ ഈ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണ മാതിരി തന്നെയാണ്. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നമ്മൾ ട്രയൽ ഐസ് വെക്കുമല്ലോ, അതേപോലെ പാത്രത്തിലൊക്കെ ഐസ് വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഒരു 5:30 6 മണിക്ക് എണീറ്റിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് ആ ഒരു വെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുറച്ച് ഉറക്കം വന്ന സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി അലേർട്ട് ആവും. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്താണ് പറഞ്ഞുതരാം. 4 കാര്യങ്ങൾ. 1, എണീറ്റേക്കിനും ബ്രൈറ്റ് ലൈറ്റ്, അത് നമുക്ക് ആർട്ടിഫിഷ്യലും ആക്കാം, സൺലൈറ്റും ആക്കാം. ആർട്ടിഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ 10,000 ലക്സെങ്കിലും ഉള്ള ലൈറ്റ് ഉപയോഗിക്കാം. രണ്ടാമത്തത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസ് രാവിലെ തന്നെ. മൂന്നാമത്തത് കഫീന്. നാലാമത്തത് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഈ 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 4 വെച്ചാണ് നിങ്ങളൊരു ഡേ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അത് ഈസി വരും, നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം? മോർണിംഗ് പേഴ്സൺ ആവാം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് മോർണിംഗിൽ നോക്കുക, നിങ്ങളെ വർക്ക് ഇട്ട് നോക്കുക, അതേപോലെ നോർമൽ രീതിയിൽ നോക്കുക, നൈറ്റ് രീതിയിൽ നോക്കുക. എന്നിട്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും വർക്ക് ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഒരിക്കലും വേറെ ആളെ കോപ്പി അടിക്കല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.